നമസ്കാരം. പ്രിയ കേരളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളക്കരെ ഒന്നാകെ ഹൃദയത്തോട് ചേർത്ത് വെച്ച നവകേരള സദസ്സിന് പരിസമാപ്തിയാവുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള യാത്ര സമാപനം കുറിക്കുമ്പോൾ അത് ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും ആവേശോജ്വലമായ ഒരു ഏടായി മാറിയിരിക്കുന്നു. സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ജനങ്ങൾ ഒപ്പമുണ്ടെന്ന സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് ഈ പരിപാടി. നവകേരള സദസ്സിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വിശേഷങ്ങളാണ് പ്രിയ കേരളത്തിൽ ഇന്നാദ്യം. സമാനതകളില്ലാത്ത ജനാധിപത്യോത്സവത്തിനാണ് നവകേരള സദസ്സിലൂടെ കേരളം സാക്ഷ്യം വഹിച്ചത്. കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ ഇങ്ങോട്ട് ആവേശം തെല്ലും ചോരാതെ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലൂടെ 36 ദിവസങ്ങൾ നീണ്ടുനിന്ന യാത്ര. നവംബർ 18 തുടങ്ങിയ യാത്ര തലസ്ഥാന നഗരിയിൽ സമാപിക്കുമ്പോൾ ഈ ബൃഹത്തായ ജനസമ്പർക്ക പരിപാടിക്ക് ഐതിഹാസിക മാനങ്ങൾ കൈവന്നിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ ചരിത്രവഴിയിൽ ഇതാദ്യമായാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വികസനത്തിനായുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതും നാടിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് നാം നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്ത് ഭാവി പദ്ധതികൾ ഓരോന്നും വ്യക്തമാക്കുന്നതും. ഓരോ മണ്ഡലത്തിലും ഏറ്റുവാങ്ങുന്ന ആവേശാരവങ്ങളോടെയുള്ള ജനകീയ വരവേൽപ്പ്, ചരിത്രമുഹൂർത്തത്തിന് സാക്ഷിയാകുന്ന ജനനിബിഡമായ വേദികൾ, സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും വ്യക്തമാക്കുന്ന ജനസാഗരം, വഴിനീളെ കാത്തുനിന്ന് ആശംസകൾ അർപ്പിക്കുന്നവർ, മനം നിറഞ്ഞ പുഞ്ചിരികൾ. അവർക്ക് വറ്റാത്ത പ്രതീക്ഷയുണ്ട് ഈ സർക്കാരിൽ. രാവിലെ ആരംഭിക്കുന്ന യാത്രയിൽ പ്രഭാത സവാരിയിൽ നിന്ന് തുടങ്ങുന്ന രാഷ്ട്രീയ വികസന ചർച്ചകൾ, രാവിലത്തെ നടക്കുന്ന ക്യാബിനറ്റ് ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിൽ നടക്കുന്ന പ്രഭാത ഭക്ഷണ യോഗങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങൾ, ഒരു ദിവസം 4 നിയോജക മണ്ഡലത്തിൽ ഏറ്റവും ചുരുങ്ങിയത് പോകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മണ്ഡലങ്ങളിലേക്കുള്ള യാത്ര, അവിടെ മണ്ഡലങ്ങളിൽ ഒത്തുചേരുന്ന ലക്ഷക്കണക്കായ ജനങ്ങളുമായി നവകേരളത്തെ സംബന്ധിച്ച ആശയ സമർപ്പണം, ആ നവകേരളം സാധ്യമാക്കുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ട അർഹമായ വിഹിതം ഉൾപ്പെടെ നിഷേധിക്കുന്ന നടപടികളെ പരസ്യമായി ജനമധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള യാത്ര. അതിനിടയിൽ മന്ത്രിമാരെ ഒരുമിച്ച് കാണുന്ന ഘട്ടത്തിൽ വിവിധങ്ങളായ മന്ത്രിമാർക്കോ മന്ത്രിസഭയ്ക്കോ ആളുകൾ നൽകേണ്ട നിവേദനങ്ങൾ കൃത്യതയോടുകൂടി ഉദ്യോഗസ്ഥ തലത്തിൽ പ്രത്യേക കൗണ്ടറുകളിട്ട് സ്വീകരിച്ച് ആ നിവേദനങ്ങൾ കൂടി ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ യാത്ര 140 നിയോജക മണ്ഡലത്തിലൂടെ പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിൽ അക്ഷരാർത്ഥത്തിലൊരു വലിയ ജനകീയ മുന്നേറ്റം സാധ്യമാക്കി എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്ക്. ജനങ്ങളുടെ ആശംസകൾ ഏറ്റുവാങ്ങുന്നതോടൊപ്പം അവരുടെ പരാതികൾക്ക് ചെവിയോർക്കാനും സർക്കാർ മറന്നില്ല. വിപുലമായ സജ്ജീകരണങ്ങളോടെയും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലും ജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിച്ചു. ഓരോ മണ്ഡലത്തിലും പരാതികളും നിവേദനങ്ങളും സ്വീകരിക്കുന്നതിനായി 20-ൽ കുറയാത്ത കൗണ്ടറുകൾ ക്രമീകരിച്ചു. പരാതികൾ എഴുതി നൽകുന്നതിനായി പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകളും ഒരുക്കി. ഓരോ പരാതിയിലെയും അപേക്ഷയിലെയും നിലവിലെ സ്ഥിതി, കൈമാറുന്ന വകുപ്പ്, കൈക്കൊള്ളുന്ന നടപടിക്രമങ്ങൾ, പരിഹാരം എന്നിവ അപേക്ഷകനെ അറിയിക്കുന്നു. ജനനായകരുടെ ജനകീയ യാത്രയിലൂടെ 5 ലക്ഷത്തോളം പരാതികൾക്കാണ് പരിഹാര സാധ്യത തെളിഞ്ഞത്. നവകേരള സദസ്സിന് 3 മണിക്കൂർ മുൻപേ തുടങ്ങുന്ന കൗണ്ടറുകൾ പരിപാടിക്ക് ശേഷം ലഭിക്കുന്ന ഏറ്റവും അവസാനത്തെ പരാതിയും സ്വീകരിച്ചാണ് അവസാനിക്കുന്നത്. ഭരണ സംവിധാനത്തിൻ്റെ വികേന്ദ്രീകൃത സ്വഭാവം
കൂടുതൽ ജന ഉപകാരപ്രദമാക്കുവാനും ജനസൗഹൃദപരമാക്കുവാനുമുള്ള ഈ സർക്കാരിൻ്റെ പല തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സിലെ അവസാനത്തേതാണ് നവകേരള യാത്ര. ഇതൊരു പ്രക്രിയയാണ്, ഇതൊരു പ്രോസസ്സാണ്. ഇത് നമ്മുടെ ഗവൺനൻസിൻ്റെ പല തലങ്ങളിലും ഇത് ഈ ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ പ്രോ പീപ്പിൾ എന്ന് പറയുന്ന ഒരു നിലപാട് പല രീതിയിലും വ്യക്തമാകുന്നുണ്ട്. പ്രഭാത യോഗങ്ങളിൽ സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന വ്യക്തികളുമായി ആശയവിനിമയം നടത്തിയ സർക്കാർ അവരിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ആവശ്യങ്ങൾ കേൾക്കുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ കേരള സമൂഹത്തിന്റെ പരിച്ഛേദമായി മാറുകയായിരുന്നു പ്രഭാത സദസ്സുകൾ. ചെറുകിട വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുവാനായി ഗവൺമെന്റിന്റെ കൂടി പ്രാതിനിധ്യമുള്ള ഒരു ഉപസമിതിയെ രൂപീകരിച്ചുകൊണ്ട് ആ സമിതി അത് പഠിക്കുവാനും അതിന്റെ റിപ്പോർട്ടുകൾ ഗവൺമെന്റിന് സമർപ്പിക്കുവാനുമുള്ള ഒരു തീരുമാനം കൂടി ഉണ്ടാകണം. അനാഥാലയങ്ങളിലെ കെട്ടിട നിർമ്മാണത്തിന് പെർമിറ്റ് ഫീസ് ഒഴിവാക്കുക. ഞങ്ങൾക്ക് ആ പെർമിറ്റ് ഫീസ് താങ്ങാൻ ഒരു തരത്തിലും സാധിക്കുന്നില്ല. അതുപോലെ ക്ഷേമ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാൻഡ് ഇൻ ഗൈഡ് സ്കീമുകൾ പരിഷ്കരിക്കുക. നവകേരള സദസ്സ് എന്നത് ഒറ്റപ്പെട്ട പരിപാടിയല്ല, മറിച്ച് ഭരണനിർവഹണത്തിലെ തുടർ പ്രക്രിയയാണ്. നവകേരള സദസ്സിന് മുന്നോടിയായി താലൂക്ക് തല അദാലത്തുകൾ, പട്ടയ അസംബ്ലികൾ, മേഖലാതല യോഗങ്ങൾ, വനസൗഹൃദ സദസ്സുകൾ, തീരസദസ്സുകൾ എന്നിവ സംഘടിപ്പിച്ച് സംസ്ഥാന സർക്കാർ ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഇടതടവില്ലാതെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ദീർഘവീക്ഷണത്തോടെയുള്ള തുടർച്ചയാണ് നവകേരള സദസ്സുകൾ. കഴിഞ്ഞ 7.5 വർഷം പ്രതിസന്ധികളോട് പടപൊരുതിയാണ് കേരളം വികസനത്തിൽ അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിച്ചത്. മാതൃകാ വികസന പരിപാടികളും സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ പദ്ധതികളുമായി കേരള സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ ആത്മവിശ്വാസവും കരുത്തും പകരുകയാണ് നവകേരള സദസ്സ്. കേരളത്തിന് അനുയോജ്യമായതും പരിസ്ഥിതിക്ക് ഇണങ്ങുന്നതുമായ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന നയമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി വളർന്നു വരുന്ന ഒരു മേഖലയാണ് ഭക്ഷ്യ സംസ്കരണ മേഖല. ഒട്ടേറെ സംരംഭകർ ഈ രംഗത്ത് പുതുതായി കടന്നു വരുന്നുണ്ട്. ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാൻ താല്പര്യമുള്ളവർക്ക് സംസ്ഥാന സർക്കാർ മികച്ച പിന്തുണയാണ് നൽകി വരുന്നത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ വ്യവസായ സംരംഭങ്ങളുടെ അഭാവം കേരളത്തിലെ കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. കാർഷിക വിളകൾ കൃത്യമായി സംസ്കരിക്കാനും സൂക്ഷിക്കാനും ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനും സൗകര്യമില്ലാത്തത് കർഷകർക്ക് വലിയ തോതിൽ നഷ്ടമുണ്ടാക്കി. എന്നാൽ ഇന്ന് ഈ സ്ഥിതിക്ക് ഏറെ മാറ്റം വന്നു കഴിഞ്ഞു. ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ പുതിയ സംരംഭം തുടങ്ങുന്നവർക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന പിന്തുണ ഈ മേഖലയെ ആകർഷകമാക്കിയിരിക്കുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ മാത്രം 1172 സംരംഭകരാണ് പുതുതായി ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. അതിലേറെയും യുവാക്കളാണ് എന്നതാണ് ശ്രദ്ധേയം. ഈ പദ്ധതി ആദ്യത്തെ വർഷം 700ഓളം പേര് പുതിയ സംരംഭങ്ങൾ തുടങ്ങി. രണ്ടാമത്തെ വർഷം ആകുമ്പോഴേക്കും 1200ഓളം പേര് സംരംഭങ്ങൾ തുടങ്ങി. ഇനിയും അടുത്ത വർഷങ്ങളിലും ഈ പദ്ധതി തുടരുകയാണ്. തീർച്ചയായും ഈ പദ്ധതിയുടെ തുടർച്ചയുടെ ഭാഗമായി 5000ഓളം സംരംഭങ്ങൾ അടുത്ത ഏതാനും വർഷങ്ങളിൽ കേരളത്തിലുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ അത് നമ്മുടെ കാർഷിക രംഗത്ത് വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കുക. പലപ്പോഴും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിലയിൽ വിറ്റഴിക്കാൻ പറ്റാത്ത അവസരം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്വന്തം ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന ഫാമിൻ്റെ അടുത്ത് ഒരു മൂല്യവർദ്ധിത യൂണിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും അത് മൂല്യവർദ്ധിത ഉൽപ്പന്നമായി മാറ്റുകയും ചെയ്യുമ്പോൾ കർഷകന് മികച്ച വില ലഭിക്കുകയും മൂല്യവർദ്ധിത ഉൽപ്പന്ന യൂണിറ്റിന് ആവശ്യമായ റോ മെറ്റീരിയൽ ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ കർഷകർക്ക് കൂടുതൽ വില ലഭിക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് കടന്നുകൊണ്ട് കാർഷിക രംഗത്ത് വലിയ അഭിവൃദ്ധി ഉണ്ടാക്കാനും PMFME പദ്ധതിയിലൂടെ സാധിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു വലിയ പ്രതീക്ഷ ഈ മേഖലയിൽ പുതിയ തലമുറ കടന്നു വരും എന്നുള്ളതാണ്. അവർക്ക് താല്പര്യമുള്ള മേഖലയിൽ അവർക്ക് വേണ്ട പരിശീലനവും പുതിയ സാങ്കേതിക വിദ്യ അഡോപ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ളതുകൊണ്ട്
കൂടുതൽ യുവ സംരംഭകർ ഈ മേഖലയിലേക്ക് കടന്നു വരും എന്നുകൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കാം. ഭക്ഷ്യസംസ്കരണ മേഖലയിൽ സൂക്ഷ്മ സംരംഭങ്ങൾക്ക് മുതൽ മുടക്കിന്റെ 35% വരെ സബ്സിഡിയോടുകൂടിയ സംരംഭക മൂലധന വായ്പ ലഭിക്കുന്നു. 809 സംരംഭകർക്ക് 21 കോടി രൂപ ഇതുവരെ സബ്സിഡിയായി നൽകിയിട്ടുണ്ട്. വ്യക്തിഗത ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾക്ക് പരമാവധി 10 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് ലിങ്ക്ഡ് മൂലധന സബ്സിഡി ലഭിക്കും. നാളിതുവരെ 2044 സംരംഭകർക്ക് ക്രെഡിറ്റ് ലിങ്ക്ഡ് മൂലധന സബ്സിഡി ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങളുടെ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളിലെ ഓരോ വ്യക്തിക്കും 40,000 രൂപ വീതം സീഡ് ഫണ്ട് ലഭിക്കുമെന്നതും പദ്ധതിയുടെ പ്രത്യേകതയാണ്. അതായത് 5 കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് തുടങ്ങുന്ന ഒരു ഭക്ഷ്യ സംസ്കരണ യൂണിറ്റിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വീതം ആകെ 2 ലക്ഷം രൂപ വരെ സീഡ് ഫണ്ടായി ലഭിക്കും. കുടുംബശ്രീ സംരംഭങ്ങൾക്ക് 10.87 കോടി രൂപയാണ് ഇതുവരെ സബ്സിഡിയായി നൽകിയത്. കഫേ നമ്മൾ 2018 സ്റ്റാർട്ട് ചെയ്തു. ലൈക്ക് ഒരു 4-5 ഇയേഴ്സ് ആയിട്ട് നമ്മൾ കഫേ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോഴാണ് PMFME സ്കീമിനെ പറ്റി അറിഞ്ഞതും നമ്മുടെ മൈൻഡിൽ ഉള്ള കുറച്ച് പ്രോജക്റ്റുകൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സ്കീമുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യാന്നുള്ള രീതിയിൽ സംസാരിച്ചത്. നമ്മളത് പ്രൊസീഡ് ചെയ്തു. അവർ വേണ്ട ടെക്നിക്കൽ സപ്പോർട്ടും ഫിനാൻഷ്യൽ സപ്പോർട്ടും ചെയ്തു. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഉള്ള കുറച്ച് പ്രോജക്ട്സ് അത്യാവശ്യം നല്ല പ്രോജക്ട്സ് ആണ്, കുറച്ച് യുണീക്കായിട്ടുള്ള ഐഡിയാസ് ആണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. നമുക്കത് ബിസിനസ്സിൽ നമ്മളിപ്പം ഒരു പ്രോജക്റ്റ് ലെവലിൽ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്നു. PMFME സ്കീമിൻ്റെ എല്ലാ സപ്പോർട്ടും നമുക്കുണ്ട്. ഇനി മുന്നോട്ടും നമ്മൾ ലൈക്ക് പ്രോജക്ട്സ് സംസാരിച്ചിട്ടുണ്ട് അവരായിട്ട്. അപ്പോൾ അവരതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് എഗ്രീയും ചെയ്തിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ കാർഷിക ഭക്ഷ്യ സംസ്കരണവുമായി മുന്നോട്ടു പോകുന്ന ഫാർമർ പ്രൊഡ്യൂസർ സംഘങ്ങൾ, ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് പൊതു അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള ക്രെഡിറ്റ് ലിങ്ക്ഡ് ഗ്രാന്റ് 35% സബ്സിഡിയോടെ പരമാവധി 3 കോടി രൂപ വരെ മൂലധന സബ്സിഡി ലഭ്യമാകും. ഈ സംരംഭങ്ങളിൽ സംസ്കരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കേരള ബ്രാൻഡ് നൽകുന്നതിനും കൊമേഴ്സ് വിപണി ഒരുക്കുന്നതിനുമുള്ള നടപടികൾ ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട്. സ്വതന്ത്ര കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സുമായി വ്യവസായ വകുപ്പ് ധാരണയിലെത്തിയിട്ടുണ്ട്. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്, കേരളത്തിൽ ഇത്തരം കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യപ്പെട്ട് വരുന്ന ആളുകൾക്ക് പരിശീലനം കൊടുക്കാനുള്ളൊരു പദ്ധതിയുണ്ട്. കേരളത്തിലുടനീളം ആളുകൾക്ക് പരിശീലനം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ. അത് തുറന്നും ടെക്നോളജിയിലായാലും ഇന്നൊവേഷനിലായാലും അവരുടെ സംരംഭ രൂപീകരണത്തിലായാലും ഒക്കെ പരിശീലനം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. രണ്ടാമത്, തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുകൊണ്ട് ഭക്ഷ്യസംസ്കരണ മേഖലയിൽ ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ തുടങ്ങാനുള്ള പദ്ധതിയുണ്ട്. 3 കോടി രൂപയിൽ നിർമ്മിക്കുന്ന ഈ ഇൻക്യുബേഷൻ സെൻറ്റർ ഈ സാമ്പത്തിക വർഷം തന്നെ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഫ്രൂട്ട്സ്, സ്പൈസസ്, വെജിറ്റബിൾ, റൈസ് ഇത്തരം മേഖലയിൽ സംരംഭം തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ട സാങ്കേതിക സഹായം കൊടുക്കാനും ഇൻക്യുബേഷൻ കൊടുക്കാനും ഈ സെൻറ്റർ വഴി സ്ഥാപിക്കും. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാപിറ്റൽ സബ്സിഡിയാണ്. മൂലധന സബ്സിഡി 10 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് PMFME. ഒരു സംരംഭകൻ ഭക്ഷ്യമേഖലയിൽ ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ ബാങ്കിൽ നിന്നും വായ്പ എടുക്കുകയാണെങ്കിൽ ആ വായ്പയുടെ 35% പരമാവധി 10 ലക്ഷം രൂപ വരെ ബാങ്ക് ലോണുമായി ലിങ്ക് ചെയ്തുകൊണ്ട് 10 ലക്ഷം വരെ സബ്സിഡി കൊടുക്കുന്ന ഈ പദ്ധതി വഴിയാണ് ഇപ്പോൾ ഏകദേശം 1800 സംരംഭങ്ങളാണ് ഇത്തരത്തിൽ ലോൺ എടുത്ത് പുതിയ സംരംഭം ഭക്ഷ്യമേഖലയിൽ തുടങ്ങിയിട്ടുള്ളത്. അതിൽ 1200 സംരംഭങ്ങളും തുടങ്ങിയിട്ടുള്ളത് ഈ സാമ്പത്തിക വർഷം തന്നെയാണ്. PMFME പദ്ധതി പ്രകാരം നടപ്പാക്കുന്ന പദ്ധതിക്ക് സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പാണ് നോഡൽ വകുപ്പായി പ്രവർത്തിക്കുന്നത്. കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നു. 60-40 എന്ന രീതിയിലാണ് കേന്ദ്ര സംസ്ഥാന വിഹിതം. പദ്ധതിയുടെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനും ഗുണഭോക്താക്കൾക്ക് പിന്തുണ നൽകുന്നതിനുമായി 14 ജില്ലാ നോഡൽ ഓഫീസർമാരെയും 204 ജില്ലാ റിസോഴ്സ് പേഴ്സൺസിനെയും നിയമിച്ചിട്ടുണ്ട്. സംരംഭങ്ങൾക്ക് അപേക്ഷ നൽകുന്നത് മുതൽ പ്രവർത്തനം തുടങ്ങുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് റിസോഴ്സ് പേഴ്സൺമാരുടെ നേതൃത്വത്തിലാണ്. സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾക്ക് സാമ്പത്തിക, സാങ്കേതിക, ബിസിനസ് പിന്തുണ ലഭ്യമാക്കുന്നതിലൂടെ കേരളത്തിൽ ഭക്ഷ്യ സംസ്കരണ മേഖലയ്ക്ക് നവ ഊർജം പകരുകയാണ് സർക്കാർ. പ്രിയ കേരളത്തിൽ ഇനി ഒരിടവേള.
കേരളമാകെ ഒന്നിച്ചു നിന്ന് കേരളത്തിൻ്റെ ആവശ്യം ഉയർത്താനുള്ളൊരു പരിപാടിയായിട്ടാണ് ഈ പരിപാടി കണ്ടത്. അങ്ങനെ സമഭാവനയുടെ നവകേരളം സാക്ഷാത്കരിക്കുന്നതിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രമായി മാറുകയാണ് പ്രഭാത സദസ്സുകൾ. കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾ ആ ജനസദസ്സിനെ ഏറ്റുവാങ്ങി. കേരളത്തിൻ്റെ ഭാവിയെപ്പറ്റി ചർച്ച ചെയ്യാനുള്ള വലിയ വേദിയായി മാറി. ഇതിലൂടെ സർക്കാർ എന്ന് പറയുന്നത് അങ്ങ് ദൂരെ എവിടെയോ നിൽക്കുന്ന ഒരു എൻറ്റിറ്റിയാണ് എന്ന ധാരണയാണ് മാറുന്നത്. കാണുക നാം മുന്നോട്ട്. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിവിധ മേഖലകളിൽ അസൂയാവഹമായ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള നാടാണ് നമ്മുടേത്. പരമ്പരാഗതമായി നാം മികവ് കാട്ടുന്ന ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകൾക്കപ്പുറത്തേക്ക് പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും സ്വന്തം അടയാളം പതിപ്പിക്കാനും നമുക്കിന്ന് സാധിക്കുന്നു. അതിനുദാഹരണമാണ് കേരളത്തെ തേടിയെത്തിയ ദേശീയ ഊർജ്ജ കാര്യക്ഷമതാ പുരസ്കാരം. ഈ അംഗീകാരത്തിൻ്റെ വിശേഷങ്ങളാണ് പ്രിയ കേരളത്തിൽ ഇനി. കേരള സർക്കാരിന്റെ കൃത്യമായ ഇടപെടലിന്റെയും വകുപ്പ് തലത്തിലുള്ള കൂട്ടായ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി മറ്റൊരു ദേശീയ അംഗീകാരം കൂടി സംസ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ദേശീയ ഊർജ്ജ കാര്യക്ഷമതാ പുരസ്കാരം 2023 ദേശീയ ഊർജ്ജ കാര്യക്ഷമതാ സൂചികയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന് പുരസ്കാരം ലഭിച്ചത്. In State Energy Efficiency Performance Award Group 2, there are 2 second prizes. The first one goes to Kerala. May I please request Dr. R. Harikumar, Director EMC Kerala, to please receive this award. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ്ജ കാര്യക്ഷമത വിലയിരുത്തുന്ന ദേശീയ ഊർജ്ജ കാര്യക്ഷമതാ സൂചികയിൽ ഗ്രൂപ്പ് 2 വിഭാഗത്തിലാണ് കേരളം ഉൾപ്പെടുന്നത്. 77.5 പോയിന്റുമായി ഈ വിഭാഗത്തിൽ കേരളം 2ാം സ്ഥാനം നേടിയിരിക്കുന്നു. 83.5 പോയിന്റുമായി ആന്ധ്രാപ്രദേശാണ് ഗ്രൂപ്പിൽ 1ാമത്. വൈദ്യുതി വിതരണത്തിലെ കാര്യക്ഷമതയും ഈ മേഖലയിലെ പരിസ്ഥിതി സൗഹൃദ നടപടികളും വിലയിരുത്തിയാണ് പുരസ്കാരം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ദേശീയ തലത്തിൽ നടക്കുന്ന മത്സര രീതിയിലുള്ള ഒരു വിലയിരുത്തലിൽ കേരളം മുന്നിട്ട് നിൽക്കുകയാണ് ഊർജ്ജക്ഷമത സൂചികകളിൽ. ഇത്തവണയും 2ാം ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്ത് ആണ് കേരളം എത്തി നിൽക്കുന്നത്. 77 പോയിന്റോടുകൂടി മുൻനിരയിൽ നിൽക്കുകയാണ് കേരളം. രാജ്യത്താദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം. ഒറ്റപ്പെട്ട ആദിവാസി ഊരുകളിൽ വരെ വൈദ്യുതി എത്തിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ ജീവിതത്തിൽ വെളിച്ചം വീശാൻ സർക്കാരിനായി. ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഒരു വ്യവസായ സംരംഭം തുടങ്ങുന്നതിനാവശ്യമായ വൈദ്യുതി വിതരണം ഉറപ്പാക്കാൻ ഇന്ന് കേരളത്തിൽ സംവിധാനമുണ്ട്. കൃഷിക്കാവശ്യമായ സൗജന്യ വൈദ്യുതി വിതരണവും ഫെൻസിംഗ് സംവിധാനങ്ങളും ഉറപ്പാക്കാനും ഇന്ന് കേരളത്തിന് കഴിയുന്നു. പ്രധാന ജലവൈദ്യുത പദ്ധതികൾ, ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ, ഡീസൽ വൈദ്യുതി നിലയങ്ങൾ, താപവൈദ്യുതി നിലയങ്ങൾ, വിൻഡ് ഫാം, സൗരോർജ്ജ പ്ലാന്റുകൾ തുടങ്ങി നിരവധി പദ്ധതികളിലൂടെ കേരളം സ്വയം പര്യാപ്തമാവുകയാണ്. വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഊർജ്ജ കാര്യക്ഷമത കൈവരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് നമ്മുടെ സർക്കാർ. ഊർജ്ജക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന തലത്തിൽ തുടങ്ങിയ ഏജൻസിയാണ് എനർജി മാനേജ്മെന്റ് സെന്റർ. ഗാർഹിക, വ്യാവസായിക, വാണിജ്യ, കാർഷിക, ഗതാഗത രംഗങ്ങളിൽ ഊർജ്ജക്ഷമത വർദ്ധിപ്പിക്കാൻ EMC ലക്ഷ്യമിടുന്നു. തനതായ വേറിട്ട പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളം ഊർജ്ജ കാര്യക്ഷമത കൈവരിക്കുന്നത്. പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് മാറി നവീനമായ ഇലക്ട്രിക് ഊർജ്ജ സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തുന്നതിൽ കേരളം ശ്രദ്ധ പുലർത്തുന്നു. ഇപ്പോൾ ഇലക്ട്രിക് കുക്കിംഗ് പോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ കാര്യത്തിൽ പ്രചാരണ പരിപാടികൾ, ഗോ ഇലക്ട്രിക് എന്നുള്ള നിലയിൽ പ്രചരണ പരിപാടികളാണ് EMC ചെയ്യാനായിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ 2 വീലേഴ്സ്, ഇലക്ട്രിക് 2 വീലേഴ്സ് വിറ്റുപോകുന്നാലും ഉപയോഗിക്കപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. 1 ലക്ഷം 2 വീലേഴ്സോളം കഴിഞ്ഞു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് EMC വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ നടത്തി വരുന്നു. 2 വീലേഴ്സ് പ്രൊമോഷൻ അല്ലെങ്കിൽ 3 വീലർ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട്
ഏതാണ്ട് ഒരു 865 പരിപാടികൾ കഴിഞ്ഞ മാസം അവസാനത്തോടുകൂടി ഈ സാമ്പത്തിക വർഷം തന്നെ പൊതുജനങ്ങൾ അവബോധം ഉണ്ടാക്കാൻ വേണ്ടി, പൊതുജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്താൻ വേണ്ടി, കപ്പാസിറ്റി ബിൽഡിംഗ് ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയേഴ്സ്, അഗ്രികൾച്ചറൽ ഓഫീസേഴ്സ്, ഫാമേഴ്സ് തുടങ്ങിയിട്ട് എല്ലാ മേഖലകളിലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഊർജ്ജ സംരക്ഷണ നിധി ഉപയോഗിച്ചുകൊണ്ട് പൊതു ഇൻഡസ്ട്രീസിൽ, പബ്ലിക് ഇൻഡസ്ട്രീസിൽ, ഉദാഹരണത്തിന് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സിൽ ഏതാണ്ട് 1.5 കോടി രൂപ മുടക്കി അവിടെ ജനറേഷൻ, ലോ പ്രഷർ സ്റ്റീമിൽ നിന്ന് പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം. ഇതാദ്യമായിട്ടാണ് ഒരു പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രിയിൽ നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ മുന്നോട്ട് മറ്റ് ഇൻഡസ്ട്രീസും ഇത് ഏറ്റെടുത്ത് നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷ. അങ്കണവാടികളെ ഊർജ്ജ കാര്യക്ഷമമാക്കുന്നതിനായി വിഭാവനം ചെയ്ത അങ്കൺ ജ്യോതി പദ്ധതി ആദ്യഘട്ടത്തിൽ കഴക്കൂട്ടം, ചിറ്റൂർ മണ്ഡലങ്ങളിൽ നടപ്പാക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായി കാർബൺ ബഹിർഗമനമില്ലാത്തതും വേഗത്തിലുള്ള പാചകം ഉറപ്പുവരുത്തുന്നതുമായ വൈദ്യുത ഇൻഡക്ഷൻ കുക്കർ, ഇഡ്ഡലി കുക്കർ, പ്രഷർ കുക്കർ, മിൽക്ക് കുക്കർ, ഇൻഡക്ഷൻ കുക്കറുകളിൽ ഉപയോഗിക്കാവുന്ന പാത്രങ്ങൾ, ഊർജ്ജക്ഷമത കൂടിയ BLDC ഫാനുകൾ, LED ലൈറ്റുകൾ എന്നിവ വിതരണം ചെയ്യുന്നു. KSEBയും അനർട്ടും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗര പദ്ധതിയിലൂടെ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുത ഉൽപ്പാദനം നടത്തുന്നു. പദ്ധതിയുടെ ഭാഗമായി കെട്ടിടങ്ങളിലും സ്കൂൾ, സർക്കാർ ഓഫീസുകൾ, മാളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നു. പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വീടുകളിൽ സോളാർ പാനലുകൾ സൗജന്യമായി സ്ഥാപിച്ച് സൗജന്യ വൈദ്യുതിയും അധിക വരുമാനവും നൽകുന്ന പദ്ധതിയും സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. ഈ വർഷം മുതൽ ഒരു ഇൻ്റർനാഷണൽ എനർജി ഫെസ്റ്റ് കേരള എന്നുള്ള നിലയിൽ നമ്മൾ ഫെബ്രുവരി 7, 8, 9 തീയതികളിൽ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ ഇനി ഈ വർഷം നമ്മൾ സ്കൂട്ടറിന് കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ വളരെ എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇലക്ട്രിക് സൈക്കിൾസ് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ഒരു ഡിമാൻഡ് അഗ്രിഗേഷൻ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വിലക്കുറവുണ്ടാകും. ആ വിലക്കുറവ് നമുക്ക് കൺസ്യൂമേഴ്സിലേക്ക് പാസ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. വൈദ്യുതി ഉൽപ്പാദന, പ്രസരണ, വിതരണ മേഖലകളിൽ കാര്യക്ഷമത ഉറപ്പാക്കിക്കൊണ്ട് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടാൻ ഇന്ന് കേരളത്തിന് സാധിച്ചിരിക്കുന്നു. ഈ പുരസ്കാരം കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഊർജമാകുമെന്നുറപ്പ്. ഈ ആഴ്ചയിലെ പ്രിയ കേരളത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം PRD program producer@gmail.com. നന്ദി, നമസ്കാരം.